VFX ഇൻഡസ്ട്രിയെക്കുറിച്ച് ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ചെറുപ്പക്കാരും. അപ്പം VFX നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ് ഈ VFX ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിയും അതുപോലെ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും നോക്കുന്നത്. VFX എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ഇമാജിനറി ആണ്. എന്ന് വെച്ചാൽ പോസിബിൾ അല്ലാത്തൊരു കാര്യം നമ്മൾ പോസിബിൾ ആക്കുകയാണ്. ഒരു ലൈവായിട്ടുള്ള ഒരു ഫുട്ടേജിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 3D ഒബ്ജക്റ്റിനെ വെച്ച് കോമ്പോസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് VFX എന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു VFX വർക്ക് ചെയ്യുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോ ഫുട്ടേജ് എടുത്തതിന് ശേഷം അത് VFX ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഡിജിറ്റലായിട്ട് എലമെൻറ്റിനെ കൊണ്ടുവരാനും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് വിഷ്വൽ എഫക്ട്സ് അല്ലെങ്കിൽ VFX എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ എഫക്ട്സ് ആണ് നമ്മളൊരു VFX ആർട്ടിസ്റ്റ് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൂൾസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ന്യൂക്ക് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് വിഷ്വൽ എഫക്ട്സിനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ മായ 3D മായ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി പവറും എല്ലാം കൊണ്ടാണ്. പിന്നെ ഹുഡിനി എന്ന് പറഞ്ഞിട്ട് 3D സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു വർക്ക് ഫ്ലോ പ്രൊസീജിയൽ വർക്ക് ഫ്ലോസ് ആണ്. അത് സിമുലേഷൻ, വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഫയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് VFX ഇൻഡസ്ട്രിയിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ബൂമിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമകൾ പോലെ തന്നെ കൊമേഴ്ഷ്യൽസ്, മ്യൂസിക്, വീഡിയോ, അതെല്ലാം ഹൈ സ്കിൽഡ് ആയിട്ടുള്ള VFX ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ട്. അത് ജോബ് റോൾസ് എന്ന് പറഞ്ഞാൽ അധികം ജോബ് റോൾസ് ഉണ്ട്. VFX സൂപ്പർവൈസർ, അതുപോലെ തന്നെ VFX സൂപ്പർവൈസർ എന്ന് വെച്ചാൽ എൻ്റെ VFX മാനേജ് ചെയ്യുന്ന ആളാണ്. പിന്നെ കോമ്പോസിറ്റർ ഉണ്ട്, എല്ലാ എലമെൻറ്റ്സിനെയും ഒരുമിക്കുന്ന കോമ്പോസിറ്റർ എന്ന് പറഞ്ഞ ആളുണ്ട്. അതുപോലെ 3D മോഡലറുണ്ട്, മോഡൽസ് VFX ഷോട്ടിന് യൂസ് ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. VFX എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജോബാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സിനിമ ചെയ്യുന്ന കാര്യമല്ല വേറെ സിനിമ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ക്യാപ്ചറിങ്ങും റോ ഫുട്ടേജും എല്ലാം ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഡിജിറ്റൽ എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു പവർഫുൾ സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള ഹുഡിനി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. VFX ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺ ഗ്രോയിങ് ഇൻഡസ്ട്രി ആണെന്ന് തന്നെ നമുക്ക് പറയാം. ജോബും കരിയർ പൊസിഷനും എല്ലാം വളരെ മികച്ചതാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.